1997 ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ബോക്സിംഗ് ഡേ ടെസ്റ്റ്. ക്രിക്കറ്റ് ലോകം ഓസ്ട്രേലിയൻ കരുത്തിനു മുന്നിൽ വിറച്ചു നിന്നിരുന്ന കാലം. മെൽബണിലെ ആ പച്ചപ്പുല്ല് നിറഞ്ഞ പിച്ചിൽ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ അമ്പരിപ്പിച്ച ഒരു ബൗളിംഗ് പ്രകടനം. ബൗളറുടെ പേര് ഷോൺ മാക്ലീൻ പൊള്ളോക്ക്. സ്റ്റീവോയെയും മാർക്വോയെയും മൈക്കൽ ബെവനെയും തൻ്റെ കൃത്യതയാർന്ന സ്വിങ്ങുകളിലൂടെ പവലീനയിലേക്ക് മടക്കി അയച്ച ആ 23-കാരൻ അന്ന് കുറിച്ചത് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൻ്റെ പുതിയൊരു ചരിത്രമായിരുന്നു. വേഗതയേക്കാൾ പന്തിൻ്റെ ദിശയിലും കൃത്യതയിലും വിസ്മയം തീർത്ത ആ സ്പെൽ വരാനിരിക്കുന്ന ഒരു യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ക്രിക്കറ്റ് പൊള്ളോക്കിന് വെറുമൊരു കരിയറായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നു. ദക്ഷിണാഫ്രിക്ക കണ്ട എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ ഗ്രെയിം പൊള്ളോക്കിൻ്റെ അനന്തരവൻ, മികച്ച ഫാസ്റ്റ് ബൗളറായ പീറ്റർ പൊള്ളോക്കിൻ്റെ മകൻ. ക്രിക്കറ്റ് പാരമ്പര്യത്തിൻ്റെ വലിയൊരു ഭാരം ചുമലിലേറ്റിയാണ് ഷോൺ ജനിച്ചതും വളർന്നതും. എന്നാൽ കുടുംബ പേരിൻ്റെ തണലിലല്ല, സ്വന്തം കഠിനാധ്വാനം കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് ആ ചെറുപ്പക്കാരൻ തെളിയിച്ചു. 1996 ജനുവരി 6 തൻ്റെ 22-ാം വയസ്സിൽ അക്കാലത്തെ മികച്ച ടീമായ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റിൽ 66 റൺസും 4 വിക്കറ്റുകളും നേടിക്കൊണ്ടാണ് ഷോൺ പൊള്ളോക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. 13 വർഷക്കാലം ദക്ഷിണാഫ്രിക്കയുടെ കുന്തമുനയായിരുന്ന ഷോൺ പൊള്ളോക്ക് ടെസ്റ്റിലും ഏകദിനത്തിലും 3500 റൺസും 350 വിക്കറ്റുകളും നേടിയ താരം എന്ന അപൂർവ നേട്ടത്തിനുടമയാണ്. ഏകദിന കരിയറിൽ 7 വർഷക്കാലം 1-ാം റാങ്ക് നിലനിർത്തിയ പൊള്ളോക്ക് 11 വർഷക്കാലം ആദ്യ 3-ൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. 9-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങി 2 തവണ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുക എന്ന അതിശയകരമായ പ്രകടനം നടത്തിയ ഒരേ ഒരാൾ മാത്രമാണ് ക്രിക്കറ്റ് ചരിത്രത്തിലുള്ളത്. മറ്റാരുമല്ല, ഷോൺ പൊള്ളോക്ക് തന്നെ. അവിടം കൊണ്ടും തീർന്നില്ല. ഇന്റർനാഷണൽ കരിയറിൽ 7000 റൺസും 800 വിക്കറ്റുകളും സ്വന്തമാക്കിയ താരം എന്ന ബഹുമതിയും അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. റെക്കോർഡുകൾ ഇനിയുമുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മെയ്ഡൻ ഓവറുകൾ എറിഞ്ഞ താരം, ഏകദിനത്തിൽ 300-ലധികം വിക്കറ്റുകൾ കരസ്ഥമാക്കിയ ബൗളർമാരിൽ ഏറ്റവും മികച്ച എക്കണോമിയുള്ള താരം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയ ദക്ഷിണാഫ്രിക്കൻ ബൗളർ. ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ബൗളിംഗ് സഖ്യമായിരുന്നു അലൻ ഡൊണാൾഡ് ഷോൺ പൊള്ളോക്ക് കൂട്ടുകെട്ട്. ഡൊണാൾഡ് തൻ്റെ കത്തുന്ന വേഗത കൊണ്ട് ബാറ്റ്സ്മാൻമാരെ ഭയപ്പെടുത്തിയപ്പോൾ മറുപുറത്ത് പൊള്ളോക്ക് തൻ്റെ അളന്നു മുറിച്ച ലെങ്ത് കൊണ്ട് റണ്ണൊഴുക്ക് തടയുകയും വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. 1998 മുതൽ 2003 വരെയുള്ള കാലയളവിൽ പൊള്ളോക്ക് ലോക ക്രിക്കറ്റിനെ അക്ഷരാർത്ഥത്തിൽ ഭരിച്ചു എന്ന് തന്നെ പറയാം. ഈ 5 വർഷത്തിനിടയിൽ 20 റൺസ് ശരാശരിയിൽ 274 ടെസ്റ്റ് വിക്കറ്റുകളാണ് അദ്ദേഹം കൊയ്തു കൂട്ടിയത്. ഹാൻസി ക്രോണിയുടെ വിവാദങ്ങൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായി പൊള്ളോക്ക് ചുമതലയേറ്റു. പ്രതിസന്ധിയിലായ ദക്ഷിണാഫ്രിക്കൻ ടീമിനെ അയാൾ വിജയവഴിയിൽ തിരിച്ചെത്തിച്ചു. എന്നാൽ സ്വന്തം നാട്ടിൽ നടന്ന 2003 ലോകകപ്പ് അദ്ദേഹത്തിന് ഒരു ദുരന്തമായി മാറി. ശ്രീലങ്കയുമായുള്ള മത്സരത്തിൽ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം സ്കോർ കണക്കാക്കിയതിലെ പിഴവ് മൂലം ദക്ഷിണാഫ്രിക്ക ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി. ആ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നായകൻ എന്ന നിലയിൽ പൊള്ളോക്കിൻ്റെ മേൽ ചാർത്തപ്പെട്ടു. അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായി. കണക്കുകൾക്കപ്പുറം ക്രിക്കറ്റ് എന്ന മാന്യന്മാരുടെ കളിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട ഒരു മനുഷ്യനായിരുന്നു ഷോൺ പൊള്ളോക്ക്. വിവാദങ്ങളിൽപ്പെടാതെ, സ്ലെഡ്ജിങ്ങിൻ്റെ സഹായമില്ലാതെ, പന്തിൻ്റെ സ്വിങ്ങും ലൈനും കൊണ്ട് മാത്രം ബാറ്റ്സ്മാൻമാരുടെ ഉറക്കം കെടുത്തിയ പ്രതിഭ. തൻ്റെ 35-ാം വയസ്സിൽ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാൻ സാധിച്ച അപൂർവതയും പൊള്ളോക്ക് എന്ന ഓൾറൗണ്ടറുടെ പെരുമ വരും കാലത്തും ഓർമ്മപ്പെടുത്തും. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൽ എത്രയോ താരങ്ങൾ വരികയും പോവുകയും ചെയ്യാം. എന്നാൽ ചുവന്ന മുടിയുള്ള ശാന്തനായ ആ ഓൾറൗണ്ടറുടെ സിംഹാസനം എന്നും ഒഴിഞ്ഞു തന്നെ കിടക്കും.